ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഞെട്ടിക്കുന്ന ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു എന്ന തരത്തിൽ ഇന്ന് വൈകിട്ട് മുതൽ കുറേ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. നോക്കുക, അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചു എന്നുള്ളതാണത്. അതായത് അമേരിക്ക ഇറാനോട് കർശനമായ ഭാഷയിൽ ഈ യുദ്ധം നിർത്തണമെങ്കിൽ ഞങ്ങൾ പറയുന്ന 15 കാര്യങ്ങൾ അംഗീകരിക്കണമെന്ന് പാകിസ്ഥാൻ വഴി അറിയിച്ചിരുന്നു. അന്ന് തന്നെ ഇറാൻ പറഞ്ഞതാണ്, ഞങ്ങളിത് അംഗീകരിക്കില്ല, പകരം ഞങ്ങൾ ഒരു 5 നിർദ്ദേശങ്ങൾ അങ്ങോട്ട് തരാം, അത് നിങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതായിരുന്നു അന്ന് വന്ന വാർത്തകൾ. പക്ഷേ ഇന്ന് വീണ്ടും ട്രംപ് ആവർത്തിക്കുകയാണ്, അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചിരിക്കുന്നു, വൈകാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കും, അന്താരാഷ്ട്ര തലത്തിൽ ഇനി ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകില്ല, ഹോർമുസ് കടൽ തുറക്കുന്നതോടുകൂടി ഈ യുദ്ധത്തിൽ ഇറാൻ മുട്ടുകുത്തുകയാണ്, ഇനി അങ്ങോട്ട് അമേരിക്ക പറയുന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക എന്ന മട്ടിലാണ് ഈ വാർത്തകൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ സകല മാധ്യമങ്ങളിലും അമേരിക്കയുടെ ഒരു ടേക്കായിട്ട് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു വാദമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്ക ജയിക്കണം, അതിൻ്റെ ഫാദർലാൻഡാണ് എന്ന് പറയുന്നത് പോലെ ട്രംപിനെ പോലൊരു തന്തയുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് ഇവിടെ ചാണകം നിന്ന് ഗോമൂത്രം കുടിച്ച് നടക്കുന്ന കുറേ സ്വയം പ്രഖ്യാപിത രാജ്യസ്നേഹികളുണ്ട്. യുവമാരുടെയൊക്കെ പിതാവിന് ട്രംപിൻ്റെ ഛായ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ലോകരാജ്യങ്ങളെക്കുറിച്ചോ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഈ ലോകത്ത് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചോ യാതൊരു ബോധ്യവുമില്ലാതെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലെ തള്ളുകൾ കേട്ട് അതാണ് യാഥാർത്ഥ്യം എന്ന നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഹതാപത്തിന് പോലും അർഹതയില്ലാത്ത മനുഷ്യജന്മങ്ങളെന്ന് പോലും വിളിക്കാൻ കഴിയുമോ എന്ന് സംശയം തോന്നുന്ന ചില പ്രത്യേക ഇനം ജനസിൽപ്പെട്ടവരാണവർ. ഇവരെ സംബന്ധിച്ച് അന്ധമായ വർഗീയത, മുസ്ലിം വിരോധം, ഇതൊക്കെയാണ് ഇവരുടെ കൈമുതൽ. ഇപ്പോൾ ഇറാനിൽ മരിക്കുന്നവരുടെ മതം നോക്കിയിട്ട് അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള നെറികേടുകളാണ്. ഗസയിൽ കൊല്ലപ്പെടുന്ന 10,000-കണക്കിന് കുട്ടികളെ നോക്കിയിട്ട് ഇവറ്റകളൊക്കെ മരിക്കേണ്ടവരാണ്, അവർ മറ്റേ ആൾക്കാരല്ലേ എന്ന് പറയുന്ന ചില നികൃഷ്ട ജന്മങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വലിയ പ്രചാരണങ്ങൾ നടത്തുകയാണ്. അതിലൊരു പ്രചാരണം ഞാൻ കാണിച്ചു തരാം. ഇറാൻ ഹോർമുസ് പിടിക്കണം, ഒപ്പം സൂയസ് കനാൽ ഹൂത്തികൾ പിടിക്കണം, ഇന്ത്യയിൽ നിന്നും പോയ മുഴുവൻ ഗൾഫുകാരും തിരിച്ചു വരണം, ഓരോ കപ്പലിനും ഇറാൻ 50 കോടി വീതം കപ്പം പിരിക്കണം, അമേരിക്ക ഇസ്രായേൽ തോൽക്കണം, ഇന്ത്യയിൽ അരിക്ക് കിലോയ്ക്ക് 540 രൂപ വില വരണം, എണ്ണ ലിറ്ററിന് 800 രൂപ ആകണം, അപ്പോൾ സുഡാപ്പികൾ ഇതുപോലുള്ള മീഡിയകളെല്ലാം തലയിൽ കൈവച്ച് ഇറാനെ പ്രാകട്ടെ, ഇറാൻ സുന്നികളെ ആദ്യവും പിന്നെ കാഫറുകളെയും തീർക്കട്ടെ എന്നാണ് ഒരു വാദം. അതായത് സുഡാപ്പികൾ തോറ്റു, ഇറാൻ തോറ്റു, അമേരിക്കയ്ക്ക് ജയം, ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ പോവുകയാണ്, ഇറാൻ ഒടുവിൽ സാഷ്ടാംഗം മുട്ടുകുത്തി, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലൈൻ. അതായത് ട്രംപിന് വഴങ്ങിക്കൊണ്ട് ഇറാൻ യുദ്ധം നിർത്താൻ പോവുകയാണ്, ഇറാനെ ലോകം മുഴുവൻ ചീത്ത വിളിക്കുന്ന ഒരു കാലത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ കാരണക്കാർ ഇറാനാണ്, സുഡാപ്പികളാണ് എന്നുള്ളത് കൊണ്ട് ലോകം മുഴുവൻ ഇറാനെതിരെ തിരിയുന്നതിൽ ഭയന്ന് ഒടുവിൽ ഇറാൻ മുട്ടുകുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് വിശകലനം ചെയ്യണം. നിങ്ങളൊന്ന് പ്രേക്ഷകരെ ആലോചിച്ച് നോക്കുക. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ ന്യൂസ് 18 കേരളത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 10-15 മണിക്കൂർ കൊണ്ട് 2-2.5 ലക്ഷം പേർ ആ വീഡിയോ കണ്ടിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ എവിടെയും ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ചില മാധ്യമങ്ങളെ, പാശ്ചാത്യ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ട്രംപിൻ്റെ അവകാശവാദങ്ങളെ മുൻനിർത്തിയിട്ടാണ് ആ വാദങ്ങൾ വന്നിരുന്നത്. അത് ട്രംപ് തുടക്കം മുതലേ പറയുന്നതാണ്, ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതത്തിനൊരു തടസ്സവും ഉണ്ടാകില്ല, അമേരിക്കൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കും, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട USS എബ്രഹാം ലിങ്കണും ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പലുമൊക്കെ ഓൾറെഡി ഈ പേർഷ്യൻ തീരത്തുണ്ട്, അല്ലെങ്കിൽ പേർഷ്യൻ കടലിടുക്കിന് സമീപത്തുണ്ട്, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴി വരുന്ന എണ്ണക്കപ്പലുകൾക്ക് വലിയ പിന്തുണ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ ട്രംപ് തുടക്കം മുതലേ വീരവാദം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധം വിശകലനം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. സത്യം പറയാമല്ലോ, ഇപ്പോൾ ഈ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ ക്രൊയേഷ്യയിലാണ്. അവിടെ നേരത്തെ ഗ്രീസിലായിരുന്നു, ആ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്രൊയേഷ്യയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനും കാര്യമായ കേടുപാടുകൾ പറ്റി ആ കപ്പലും ചിത്രത്തിലില്ല. ഇപ്പോഴുള്ളത് USS ട്രിപ്പോളി എന്നൊരു കപ്പലും അതുപോലെ USS ജോർജ് ബുഷ് എന്ന് പറയുന്ന ഒരു കപ്പലുമാണ്. ഈ കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എന്തായാലും പ്രവേശിച്ചിട്ടില്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചുറ്റിക്കറങ്ങുന്നു. അതിൽ ഏതാണ്ട് ഒരു 3500 മറൈനുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്.
ഈ 3500 മറൈനുകളെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു 10,000 പട്ടാളക്കാരെ ഏതാണ്ട് ഒരു 100-200 ഫൈറ്റർ ജെറ്റുകളെ പേടിച്ച് ഇറാൻ ഹോർമുസ് കടലിലേക്ക് തുറന്നു കൊടുക്കുമെന്ന് എത്ര പേർ കരുതുന്നുണ്ട്? അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ അംഗീകരിച്ച് മുട്ടുകുത്തി എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ വിശ്വസിച്ച് സുഡാപ്പികൾ മുട്ടുകുത്തി തോറ്റു, ഇറാൻ മുട്ടുകുത്തി, ഇനി ഇറാൻ ഇല്ല, നശിച്ചു, ഹോർമുസ് തുറക്കാൻ പോവുകയാണ്, ഇറാൻ സാഷ്ടാംഗം വീണു കേണു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ നടത്തുന്ന തികഞ്ഞ വർഗീയവാദികളായ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആളുകളോടാണ് എൻ്റെ ചോദ്യം. അവരുൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, അങ്ങനെ ഇറാൻ തോറ്റു കൊടുത്തിട്ടില്ല. ആ വാർത്ത തെറ്റാണ്, അല്ലെങ്കിൽ ആ പ്രചാരണങ്ങൾ അമേരിക്കയുടെ മാത്രം ഭാവനാ സൃഷ്ടിയാണ്. അതായത് ഇതിനു മുമ്പ് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവാകാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ട്രംപ്. അതോടൊപ്പം ഇറാൻ പലതവണ എൻ്റെ കാൽക്കൽ വീണതാണ്, അല്ലെങ്കിൽ ഇറാൻ പലതവണ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, ഞാൻ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പലതരത്തിലും വീരവാദം പറഞ്ഞിട്ടുള്ള ആളാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഈ 15 നിർദ്ദേശങ്ങൾ നടപ്പാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 15 നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചു എന്ന് പറയണമെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയെങ്കിലും നടക്കണ്ടേ? അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. ചർച്ച പോലും നടക്കാത്തൊരു വിഷയത്തിൽ എങ്ങനെയാണ് ട്രംപ് ആധികാരികമായിട്ട് ഇറാൻ മുട്ടുകുത്തി, ഇറാൻ കീഴടങ്ങി, ഇറാൻ ഞങ്ങളുടെ കാലിൽ വീണു, എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചു എന്ന് പറയുക? അപ്പോൾ ട്രംപ് വീണ്ടും വീണ്ടും ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് തോൽവി മറയ്ക്കാനാണ്. നോക്കുക, പുതിയ ചില വാർത്തകൾ. കഴിഞ്ഞ മണിക്കൂറിൽ ഇറാഖിലെ ബാഗ്ദാദിലെ അമേരിക്കൻ സൈനിക കേന്ദ്രം വളരെ രൂക്ഷമായ രീതിയിൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിലെ കെമിക്കൽ ഫാക്ടറി തകർത്തു. ഡിമോണയിലെ ആണവ കേന്ദ്രത്തിലേക്ക് വീണ്ടും ആക്രമണം നടത്തി. ഇനി സൈനികർ കരയുദ്ധത്തിന് വന്നാൽ അവരെ സ്രാവിന് തിന്നാനിട്ട് കൊടുക്കുമെന്ന് ഇറാൻ്റെ സൈനിക വക്താവ് വ്യക്തമാക്കി. അതുപോലെ തന്നെ കൂടുതൽ ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ജസീറ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഫയിലെ ഒരു ഓയിൽ ഫാക്ടറി തന്നെ, അതായത് എണ്ണ സംഭരണ ശുദ്ധീകരണശാല, അത് അങ്ങനെ തന്നെ ഇസ്രായേലിനുള്ളിലെ ഹൈഫയിലെ ഒരു എണ്ണ സംഭരണ ശുദ്ധീകരണശാല പരിപൂർണമായി തന്നെ ഇറാൻ തകർത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിക്കുന്നു, അമേരിക്കയെ വെല്ലുവിളിക്കുന്നു, അമേരിക്കൻ സൈനികരെ കൂട്ടക്കുരുതി നടത്തും, നിങ്ങൾക്കുള്ള പെട്ടി ഇവിടെ റെഡിയാണ് എന്ന് പറയുന്നു. അങ്ങനെ നിരന്തരമായി അമേരിക്കയെ മുൾമുനയിൽ നിർത്തിയതോടെ അവർക്ക് വേറെ വഴിയില്ലാതായി. അമേരിക്കയെ സംബന്ധിച്ച് ഞങ്ങൾ യുദ്ധത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയാനുള്ള ഒരു ക്രെഡൻഷ്യലും ഇല്ലാതായി അമേരിക്ക. അതുകൊണ്ടാണ് അമേരിക്ക ഈ വിധത്തിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അമേരിക്കയ്ക്കും ഇറാനും അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ചില അവകാശവാദങ്ങൾ നിരന്തരമായി ഉന്നയിക്കുകയും ഈ ഇസ്രായേലും അമേരിക്കയും തോൽക്കുന്നത് സഹിക്കാൻ കഴിയാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് വിഷജീവികൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് അതിനെ വർഗീയമായി ഒരു മതത്തിൻ്റെ തലയിലേക്ക് ഇടുന്ന വിധത്തിലൊക്കെ ദുഷ്പ്രചാരണം അല്ലെങ്കിൽ വർഗീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതായത് മതം കൊണ്ടല്ല ഈ യുദ്ധത്തെ കാണേണ്ടത്, ഇത് മതപരമായൊരു വിഷയമേ അല്ല. ഇവിടെയുള്ള ചില യൂട്യൂബർമാരുണ്ട്, അതായത് വർഗീയ വിഷം തലയ്ക്ക് ബാധിച്ച ചെറിയ പെൺകുട്ടികളെ നടത്തുന്ന ചാനലുകൾ. ഇത്രയും അധമമായ ജന്മങ്ങൾ ഈ ലോകത്തുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിൽ, ഞെട്ടിക്കുന്ന വിധത്തിലുള്ള നുണയും വിദ്വേഷവും വെറുപ്പും വർഗീയതയുമാണ് ഇവർ ഛർദ്ദിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടിയിട്ട് അത് തിന്ന് ജീവിക്കാം എന്ന് കരുതണ്ട കേട്ടോ. ഗുരുതരമായ തിരിച്ചടികൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരു സമൂഹത്തിലേക്ക് നുണയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പടർത്തുകയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് എന്താ? ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ട്രംപ് ഈ യുദ്ധം നടത്തുന്നതെന്നാണ്. പക്ഷേ ഇന്ന് ട്രംപ് ഫിനാൻഷ്യൽ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ട്രംപ് പറഞ്ഞത് ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾ അമേരിക്കയുടെ കൈപ്പിടിയിൽ എത്തിക്കാനാണ് ഈ യുദ്ധമെന്നാണ്. അപ്പോൾ ഇതിനെ വർഗീയമായിട്ടോ മതപരമായിട്ടോ മാനുഷികമായിട്ടോ പോലുമല്ല ഈ യുദ്ധം നടത്തുന്നവർ പരിഗണിക്കുന്നത്, വ്യാവസായികമായിട്ടാണ്. അതാദ്യം ഈ ഒച്ചയെടുക്കുന്നവർ, ഇതിൽ മതവും വിദ്വേഷവും കുത്തിക്കലർത്തുന്നവർ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ പരമാധികാരത്തിന് വേണ്ടി, ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് പൊരുതുന്നത്.
വ്യാവസായിക താല്പര്യങ്ങളുമായി പാശ്ചാത്യ ശക്തികൾ ഏതൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിനുള്ളിലേക്ക്, ആത്മാഭിമാനത്തിനുള്ളിലേക്ക് കടന്നു കയറിയാൽ ഇങ്ങനെ തന്നെയേ ഏതൊരു രാജ്യവും പ്രതികരിക്കും. ഇവിടെ ഇറാന് നല്ല ഉണ്ടായതുകൊണ്ട് ഇറാൻ്റെ അടിക്ക് ചൂട് കൂടുന്നുണ്ട്, അടിക്ക് വേദന കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ജയിക്കാൻ കഴിയാത്തത്. എന്തായാലും ഇറാൻ തോറ്റു, ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കും എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇറാൻ മുട്ടുകുത്തി സാഷ്ടാംഗം വീണു എന്ന മട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നവർ യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാതെ അവരുടെ വർഗീയ മനസ്സിനെ, വിദ്വേഷത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി അടിച്ചിറക്കുന്ന നുണകളാണ് ഇതെല്ലാം എന്ന് വ്യക്തമായി മനസ്സിലാക്കുക.